ഹായ് ഓൾ, എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ. അതോടൊപ്പം തന്നെ ഒരു ന്യൂ ഇയർ സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയാണ്. അതായത് കേരള PSCയുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ന്യൂ ഇയർ സർപ്രൈസ് വന്നിരിക്കുന്നത്. അതായത് KWA ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റാണ് KWA ഓപ്പറേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഞാൻ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാണ് KWA ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി കേരള PSCയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് KWA ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 735/2025 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഡിസംബർ 31 ഒഫീഷ്യലി കേരള PSCയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത്തവണയും വലിയൊരു സർപ്രൈസ് ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. KWA ഓപ്പറേറ്റർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, സാധാരണ രീതിയിൽ ITI ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും ITI കൂടാതെ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മികച്ച സാലറിയോട് കൂടി ഏറ്റവും അനായാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസുകളിൽ ഒന്നാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫേമിന്റെ നെയിം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോസ്റ്റിലെ. ഇതിലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,200 മുതൽ 73,600 എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു പേ സ്കെയിലോട് കൂടി തന്നെയാണ് ഓപ്പറേറ്റർ തസ്തിക വരാൻ പോകുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. ഈ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് എന്നൊക്കെ കാണുമ്പോൾ പലരും ചിന്തിക്കുന്നത് വേക്കൻസി കുറവായിരിക്കുന്നതാണ്. KWA ഓപ്പറേറ്ററിലെ വേക്കൻസി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ തന്നെ 566 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുള്ള ഒരു എക്സാമാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 900-ലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ 500-ൽ മുകളിൽ അഡ്വൈസുകൾ പോകുന്ന 100% നമുക്ക് ഉറപ്പിക്കാം. ഇതിൽ അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. ഏജ് പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ SC ST OBC കാറ്റഗറിക്കൊക്കെയുള്ള റിലാക്സേഷൻ അതേപോലെ വരുന്നുണ്ടാവും. ഇനി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4 2026 ഫെബ്രുവരി 4. അപ്പോൾ KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ സാധ്യതയില്ല. ഇനി മറ്റൊരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ലാഗ് ആക്കരുത്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും മികച്ച റിസൾട്ടാണ് KWA ഓപ്പറേറ്റർ തസ്തികയിലെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾ നേടിയെടുത്തിട്ടുള്ളത്. അതേപോലെ ഇത്തവണയും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൽ പറഞ്ഞിരിക്കുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കേഷൻ അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോർ ഇറ്റ്സ് ഇക്വലൻ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് ഇറ്റ്സ് ഇക്വലൻ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് അടുത്ത് പറഞ്ഞു ഓർ വെച്ച് പറഞ്ഞിരിക്കുകയാണ് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അഥവാ KGC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ PSC നോട്ടിഫിക്കേഷനിൽ അവർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇക്വലൻ്റ് ആയിട്ട് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ KWA ഓപ്പറേറ്ററിൽ നിങ്ങൾക്കറിയാം ഇത് ഒഫീഷ്യലായിട്ട് കേരള PSC നിന്ന് എടുത്താണ്, നമ്മൾ പുതുതായിട്ട് എടുത്തതല്ല. കേരള PSCയുടെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെന്റിൽ വന്നിരിക്കുകയാണ് ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെ. ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ഇത് നിലവിലുണ്ടായിരുന്നത് NTC ഇലക്ട്രീഷ്യൻ ആണ്, NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, NTC ഇലക്ട്രിക്കൽ, NTC മെക്കാനിക്, KGC ഇലക്ട്രിക്കൽ ഇതാണുള്ളത്. ഇത് കൂടാതെ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് പോളിടെക്നിക് ഡിപ്ലോമ ഇതിൽ പറ്റും. ഏതിൽ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. മെക്കാനിക്കൽ ഉള്ളതാണെങ്കിലും പറ്റും. അപ്പോൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവരുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് മെക്കാനിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൂടി ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ 2026 നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സർക്കാർ ജോലി നേടിക്കൊണ്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് ഈ KW ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻട്രിയോടൊപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ദിവസമായതുകൊണ്ടും ന്യൂ ഇയർ ഓഫറിൻ്റെ ഭാഗമായിട്ടും മികച്ച ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KW ഓപ്പറേറ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ KW ഓപ്പറേറ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് 2026 നിങ്ങളുടേതാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.